ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് CNS പോയിന്റ്സ് പ്ലസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നോക്കാം. നമുക്ക് ഒരു 3 ഇമ്പോർട്ടന്റ് ഡിസീസിന്റെയും അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് നമുക്ക് ഒരു 3 ഇമ്പോർട്ടന്റ് ഡിസീസിനെ പറ്റി നോക്കാം. ന്യൂറോളജിക്കൽ ഡിസീസസ് ആണ്. സീഷർ ഇസ് എ സഡൻ ഡിസ്റപ്ഷൻ ഓഫ് നോർമൽ ബ്രെയിൻ ആക്ടിവിറ്റി. അപ്പൊ സീഷർ നമുക്കറിയാം, ഇറ്റ് ഇസ് അബ്നോർമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ. അപ്പൊ റിക്കറന്റ് സീഷേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു അസുഖത്തെ എപ്പിലെപ്സി എന്നാണ് വിളിക്കുന്നത്. റിക്കറന്റ് സീഷേഴ്സ് ഉണ്ടാകുമ്പോഴാണ് എപ്പിലെപ്സി. ദെൻ ടൈപ്സ് ഓഫ് സീഷേഴ്സ് നമുക്ക് നോർമലി പാർഷ്യൽ ആൻഡ് ജനറലൈസ്ഡ് സീഷർ എന്ന് 2 വിഭാഗമുണ്ട്. പാർഷ്യൽ ആൻഡ് ജനറലൈസ്ഡ് സീഷർ. പാർഷ്യൽ സീഷറിൽ തന്നെ നമുക്ക് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് സീഷേഴ്സ് ഉണ്ട്. അപ്പൊ സിമ്പിൾ പാർഷ്യൽ സീഷേഴ്സും ഉണ്ട്, കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സും ഉണ്ട്. അപ്പൊ കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സിനെ നമുക്ക് CPC എന്നാണ് വിളിക്കുന്നത്, ലോസ് ഓഫ് അവയർനെസ്. അപ്പൊ സിമ്പിൾ അല്ലെങ്കിൽ ഫോക്കൽ സീഷേഴ്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സിമ്പിൾ സീഷേഴ്സ്, ഫോക്കൽ സീഷേഴ്സ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു സിമ്പിൾ സീഷേഴ്സിൽ നമുക്ക് ഡസ് നോട്ട് ലോസ് അവയർനെസ്. നമുക്ക് ബോധത്തോടെ ഇരിക്കുമ്പോൾ ദർ വിൽ ബി സ്മോൾ ജെർക്കിംഗ് in our arms or muscle twitching ഒക്കെ ഉണ്ടാകും. there may be ചിലപ്പോൾ ഒരു സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ ഒരു അവസ്ഥ പേഷ്യന്റ് തോന്നും. പേഷ്യന്റ് പെട്ടെന്ന് ഒരു അൺറെസ്പോൺസീവ് ആവും. എസ്പെഷ്യലി നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും. പെട്ടെന്ന് ഒരു ബ്ലിങ്ക് ചെയ്യും, സ്റ്റെയർ ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ, പക്ഷെ അവർക്ക് ബോധം ഒരിക്കലും നശിക്കില്ല. ദാറ്റ് ഈസ് സിമ്പിൾ പാർഷ്യൽ സീഷേഴ്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സ് there will be loss of awareness. ബോധം നശിച്ചു പോകും. അപ്പം പാർഷ്യൽ സീഷേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ it will affect only one area of the brain, one small area of the brain, that is partial seizures. അതാണ് പാർഷ്യൽ സീഷേഴ്സിന്റെ ഡെഫിനിഷൻ. it will not affect all area of the brain. so complex partial seizures എന്ന് പറയുമ്പോൾ it will lose awareness, നമ്മുടെ അവയർനെസ് ലോസ് ആവും, നഷ്ടപ്പെടും. so that is complex partial seizures. then generalized seizures, examples are myoclonic or tonic-clonic seizures or atonic seizures. Myoclonic, tonic-clonic or atonic seizures are generalized seizures. Myoclonic എന്ന് പറയുമ്പോൾ മസിൽ ഇൻവോൾവ്മെന്റ് ആണ്. ഇപ്പൊ ജെർക്കിംഗ് ഓഫ് ലിംബ്, അതുപോലെ മസിൽ ജെർക്കിംഗ് ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടാകും. ദാറ്റ് ഈസ് മയോക്ലോണിക്. മസിൽ ആണ്. മയോ എന്ന് പറയുമ്പോൾ മസിൽ ആണല്ലോ, അപ്പൊ അത് ഓർത്താൽ മതി. ടോണിക്-ക്ലോണിക് എന്ന് പറയുമ്പോൾ or other name is grand mal, jerking and shaking. But tonic എന്ന് പറയുമ്പോൾ stiffening of the body. നമുക്കറിയാലേ സീഷർ വരുമ്പോൾ അങ്ങനെ സ്റ്റിഫ് ചെയ്യില്ലേ ബോഡി. ദാറ്റ് ഈസ് ടോണിക് എന്ന് പറയുമ്പോൾ സ്റ്റിഫനിങ് ഓഫ് ദ ബോഡി. ക്ലോണിക് എന്ന് പറയുമ്പോൾ ജെർക്കിങ് അല്ലെ മസിൽ മൂവ്മെന്റ് ഒക്കെയാണ് ക്ലോണിക്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ ടോണിക്-ക്ലോണിക് സീഷേഴ്സ് ആർ ജനറലൈസ്ഡ് സീഷേഴ്സ് ആൻഡ് ഫിബ്രൽ സീഷേഴ്സ് ഓൾസോ ജനറലൈസ്ഡ് ടോണിക്-ക്ലോണിക് സീഷർ. ഫിബ്രൽ സീഷേഴ്സ് നമുക്കറിയാം, കുട്ടികളിൽ പനി കൂടുമ്പോൾ ഉണ്ടാകുന്ന സീഷറാണ് ഫിബ്രൽ സീഷർ. ദാറ്റ് ആൾസോ എ ജനറലൈസ്ഡ് സീഷർ. ദെൻ ജനറലൈസ്ഡ് സീഷേഴ്സ് ലാസ്റ്റ് അപ് ടു 5 minutes, 3 to 5 minutes ആണ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഇനി സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുമ്പോൾ 2 or more സീഷേഴ്സ് വിത്തിൻ എ 5-minute പീരിയഡ്, പേഴ്സൺ റിട്ടേണിംഗ് ടു നോർമൽ ബിറ്റ്വീൻ ദം. അപ്പം സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുമ്പോൾ 5 minutes കൂടുതലുള്ള സീഷറിനെ നമുക്ക് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയാം. അല്ലെങ്കിൽ 2 or more സീഷർ വിത്തിൻ എ 5-minute പീരിയഡ്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. അപ്പൊ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിന്റെ നമ്മൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഡ്രഗ് കൊടുക്കുന്നത് ബെൻസോഡൈസെപ്പിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ് കൊടുക്കുന്നത്. സോ സീഷറിനെ പറ്റി നമ്മൾ ഏകദേശം ഒക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഡിസീസ് ഗിലൻ-ബാരി സിൻഡ്രം ഓർ GPS എന്നാണ് അറിയപ്പെടുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കോസ് ഡീമൈലിനേഷൻ ഓഫ് ദ പെരിഫറൽ നെർവ്സ്. അപ്പൊ ഡീമൈലിനേഷൻ ഓഫ് ദ പെരിഫറൽ നെർവ്സ് ആണ് ഉണ്ടാകുന്നത്. ഇറ്റ്സ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദ ഇമ്മ്യൂൺ സിസ്റ്റം വിൽ അറ്റാക്ക് അവർ ഓൺ ബോഡി ടിഷ്യൂസ് ഓർ ഓർഗൻസ് ഓർ നെർവ്സ്. സോ ദാറ്റ് ഈസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പൊ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ പെടുന്നതാണ് ഗിലൻ-ബാരി സിൻഡ്രം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, മയസ്തേനിയ ഗ്രാവിസ്, ഗ്രേവ്സ് ഡിസീസ് ഒക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുന്ന എക്സാമ്പിൾസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കോസ് ഡീമൈലിനേഷൻ ഓഫ് ദ പെരിഫറൽ നെർവ്സ്. അതാണ് സംഭവിക്കുന്നത്. ദെൻ ഇറ്റ് കോസ് അസെൻഡിങ് വീക്ക്നെസ്, അസെൻഡിങ് പാരാലിസിസ്. ദാറ്റ് മീൻസ് വീക്ക്നെസ് അഫക്ട്സ് ഫസ്റ്റ് ഇൻ ലോവർ ലിംസ്. നമ്മൾ ഗിലൻ-ബാരി സിൻഡ്രത്തിൽ കാലുകളിലാണ് ആദ്യമായിട്ട്
അഫക്ട് ചെയ്യുന്നത്, പാരാലിസിസ് അഫക്ട് ചെയ്യുന്നത്, അത് മെല്ലെ നമ്മുടെ കൈകളിലേക്കൊക്കെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് അസെൻഡിങ് വീക്ക്നെസ് ഇൻ കേസ് ഓഫ് ഗില്ലൻ-ബാരി സിൻഡ്രോം. occurs when the body defense or immune system mistakenly attacks part of the peripheral nervous system. നമ്മുടെ ബോഡി ഡിഫൻസ് ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിദ്ധരിക്കുകയാണ്, നമ്മുടെ പെരിഫറൽ നെർവ്സിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതാണ് ഗില്ലൻ-ബാരി സിൻഡ്രത്തിൽ സംഭവിക്കുന്നത്. സോ ഇറ്റ് വിൽ അറ്റാക്ക് അഗൈൻസ്റ്റ് സ്ക്വാൻ സെൽസ്. സ്ക്വാൻ സെൽസ് നമ്മുടെ ബ്രെയിൻ സെൽസ് ആണ്. ആ സ്ക്വാൻ സെൽസിനെയാണ് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ഗില്ലൻ-ബാരി സിൻഡ്രോം. So next disease, that is Alzheimer's disease, most common dementia in old age. Alzheimer's disease is the most common dementia in old age. Gradual loss of cognitive function, behavior and affect. അപ്പോൾ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തീരുമാനം, ഡിസിഷൻ ടേക്കിംഗ് പവർ നഷ്ടപ്പെടും, അതുപോലെ ഓറിയന്റേഷൻ നഷ്ടപ്പെടും, കാൽക്കുലേഷൻ എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള പവറുകളൊക്കെ നഷ്ടപ്പെടും. കോഗ്നിറ്റീവ് ഫംഗ്ഷനെ അഫക്ട് ചെയ്യും, ബിഹേവിയർ ആൻഡ് അഫക്റ്റിനെ അഫക്ട് ചെയ്യും. ടോട്ടൽ ആയിട്ട് നമ്മുടെ ബോഡി ഫംഗ്ഷനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ് ആണ് അൽഷിമേഴ്സ് ഡിസീസ്. അൽഷിമേഴ്സ് ഡിസീസ് ഈസ് തോട്ട് ടു ബി കോസ്ഡ് ബൈ ദ അബ്നോർമൽ ബിൽഡപ്പ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ആൻഡ് അറൌണ്ട് ബ്രെയിൻ സെൽസ്. വൺ ഓഫ് ദ പ്രോട്ടീൻസ് ഇൻവോൾവ്ഡ് ഈസ് കോൾഡ് അമൈലോയിഡ്, ഡെപ്പോസിറ്റ്സ് ഓഫ് വിച്ച് ഫോം പ്ലേക്സ് അറൌണ്ട് ബ്രെയിൻ സെൽസ്. അപ്പൊ അമൈലോയിഡ് എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ നമ്മുടെ ബ്രെയിൻ സെൽസിന്റെ ഇടയിൽ കൂടുതലായിട്ട് ബിൽഡപ്പ് ചെയ്യുകയും ഒരു പ്ലേക്ക് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് കോസ് ഓഫ് അൽഷിമേഴ്സ് ഡിസീസ്. ഗ്രാജുവലി നമ്മുടെ ഓർമ്മശക്തി, എസ്പെഷ്യലി ഓൾഡ് ഏജ് ഗ്രൂപ്പിൽ ഓർമ്മശക്തി കുറഞ്ഞു വരുന്ന ഒരു പ്രശ്നമാണ് അൽഷിമേഴ്സ് ഡിസീസ്. ഇസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഡെമൻഷ്യ. നെക്സ്റ്റ് അസുഖമാണ് മയാസ്താനിയ ഗ്രാവിസ്. ഇറ്റ്സ് എ ലോങ് ടൈം ന്യൂറോമസ്കുലർ ഡിസീസ് ദാറ്റ് ലീഡ്സ് ടു വേരിയിങ് ഡിഗ്രി ഓഫ് സ്കെലിറ്റൽ മസിൽ വീക്ക്നെസ്. ഇപ്പൊ ലോങ് ടൈം ആയിട്ടുള്ള ഒരു ന്യൂറോമസ്കുലർ ഡിസീസ് ആണ്. ഇറ്റ് വിൽ അഫക്ട് അവർ സ്കെലിറ്റൽ മസിൽസ്. ദ മോസ്റ്റ് കോമൺലി അഫക്റ്റഡ്, ദിസ് ഈസ് ഓൾസോ an ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ദ മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് മസിൽസ് ആർ ദോസ് ഓഫ് ദ ഐസ്, ഫേസ് ആൻഡ് swallowing. മോസ്റ്റ് അഫക്ട് ചെയ്യുന്ന മസിൽസ് ആണ് ഐസ്, ഫേസ് ആൻഡ് swallowing. Then it can result in double vision, drooping eyelids, trouble talking and trouble walking. അപ്പം ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്സ് സംഭവിക്കുന്നു. ഡ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ലേസി ഐ ആണ്. അബ്നോർമൽ ഫോളിംഗ് ഓഫ് ദ അപ്പർ ഐലിഡ്സ് ആണ്. ഡബിൾ വിഷൻ ഒക്കെ സംഭവിക്കുന്നു. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ സീഷേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് സീഷേഴ്സിനെ പ്രിവെന്റ് ചെയ്യാം. മെഡിസിൻ, പ്രോപ്പർ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീഷേഴ്സിനെ പ്രിവെന്റ് ചെയ്യാം. കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സിന് നമുക്ക് കാർബമസെപ്പിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ടെഗ്രറ്റോൾ എന്നറിയപ്പെടുന്നുണ്ട്. കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സിന് കാർബമസെപ്പിൻ അല്ലെങ്കിൽ ടെഗ്രറ്റോൾ എന്നുള്ള മെഡിസിൻ നമുക്ക് കഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഗില്ലൻ-ബാരി സിൻഡ്രത്തിൽ നമുക്ക് 1/3 ഓഫ് ദ പേഷ്യന്റ് മെക്കാനിക്കൽ വെന്റിലേഷൻ ആവശ്യം വരുന്നുണ്ട്. ബിക്കോസ് ഗില്ലൻ-ബാരി സിൻഡ്രം അഫക്ട് അവർ റെസ്പിറേറ്ററി മസിൽസ്. ഇറ്റ് വിൽ അഫക്ട് അവർ റെസ്പിറേറ്ററി മസിൽസ്. അപ്പം 1/3 ഓഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് പേഷ്യന്റ് നമുക്ക് മെക്കാനിക്കൽ വെന്റിലേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഗില്ലൻ-ബാരി സിൻഡ്രത്തിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അഡ്മിനിസ്ട്രേഷൻ വേണ്ടി വരും. അതുപോലെ 80% of patients having complete recovery in the case of Guillain-Barré syndrome, and also the seizures we can protect easily with anti-epileptic medication. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ നിന്നുള്ള 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when the seizure does not affect awareness, it is known as tonic-clonic seizure, complex partial seizures, simple partial seizures, all of the above. This type of seizures will not affect our awareness, that is simple partial seizures. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സിമ്പിൾ പാർഷ്യൽ സീഷേഴ്സ് നമ്മുടെ അവയർനെസ് നമുക്കവിടെ ഉണ്ടാവും, നമുക്ക് ബോധം പോവില്ല. പക്ഷെ കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സ് ആണെങ്കിലോ ജനറലൈസ്ഡ് സീഷേഴ്സ് ആണെങ്കിലോ നമുക്ക് അവയർനെസ് നമുക്ക് സ്ലോലി നഷ്ടപ്പെടും. സോ വിൽ നോട്ട് അവെയർ അബൌട്ട് ദ സിറ്റുവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കീ ഇൻസ്ട്രക്ഷൻ ടു ബി ഗിവൺ ടു ദ പേഷ്യന്റ് ആൻഡ് ദ കെയർ ഗിവർ വിത്ത് എപ്പിലെപ്സി ഈസ് ആസ് ഫോളോസ് എക്സെപ്റ്റ് take medication daily, maintain medication and seizure chart, avoid alcohol and smoking,
take showers in bathtubs. So caregiver instructions except എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വന്നിരിക്കുന്നത് ടേക്ക് ഷവേഴ്സ് ഇൻ ബാത്ത് ടബ്സ് ആണ്. പേഷ്യന്റ് ഷുഡ് അവോയ്ഡ് ടേക്കിംഗ് ബാത്ത് ഐദർ ഇൻ ബാത്ത് ടബ്സ് ഓർ റിവർ ഓർ ലേക്സ്. അപ്പം ഒരു ജലാശയത്തിൽ നിന്നുള്ള കുളി ഒഴിവാക്കുക. ബിക്കോസ് ദർ ഇസ് എ ചാൻസ് ഓഫ് ആസ്പിരേഷൻ. ഇപ്പോൾ ഒരു സീഷർ വന്നു കഴിഞ്ഞാൽ ആസ്പിരേഷൻ വന്നിട്ട് ഡെത്ത് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ വി ഷുഡ് നോട്ട് അഡ്വൈസ് ദ പേഷ്യന്റ് ടു ടേക്ക് ഷവർ ഇൻ ബാത്ത് ടബ്സ്. ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. Next question. Which of the following is a symptom of increasing ICP that should be reported immediately to the healthcare provider? Constricted pupils, decreased level of consciousness, narrowing pulse pressure, bradypnea. Correct answer is bradypnea. അപ്പോൾ ഇൻക്രീസ്ഡ് ICP ഉണ്ടാകുമ്പോൾ, ഇന്റർക്രാനിയൽ പ്രഷർ കൂടുമ്പോൾ, നമ്മൾ നേരത്തെ കുഷിംഗ് ട്രയാഡ് പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. നമ്മുടെ ICP കൂടുമ്പോഴാണ് ബ്ലഡ് പ്രഷർ കൂടും, സിസ്റ്റോളിക് BP കൂടുകയും അതുപോലെ പൾസ് റേറ്റ് കുറയും. പൾസ് റേറ്റ് കുറയുകയും റെസ്പിറേറ്ററി റേറ്റ് കുറയുകയും ചെയ്യുന്നു. സോ ദർ ഈസ് എ ചാൻസ് ഓഫ് ബ്രാഡിപ്നിയ. ബ്രാഡിപ്നിയ എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി റേറ്റ് കുറയുന്ന അവസ്ഥയാണ് ബ്രാഡിപ്നിയ. കുഷിംഗ് ട്രയാഡിൽ ഇപ്പം ഇൻക്രീസ്ഡ് ഇന്റർക്രാനിയൽ പ്രഷർ കൂടുമ്പോൾ നമുക്ക് കുഷിംഗ് ട്രയാഡ് അപ്പോൾ ഓർത്ത് വെച്ചാൽ കുഷിംഗ് ട്രയാഡിലെ സിംറ്റംസ് ഒക്കെ വരുന്നതാണ്. ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ ആൻഡ് ഡിക്രീസ്ഡ് പൾസ് റേറ്റ് ആൻഡ് ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റ്. ഇപ്പോൾ പൾസ് പ്രഷർ സിസ്റ്റോളിക് പ്രഷറാണ് കൂടുന്നത്. സോ ദർ ഈസ് നോ കൺസ്ട്രിക്റ്റഡ് പ്യൂപ്പിൾസ്. ഡയലേറ്റഡ് പ്യൂപ്പിൾ ആണ് ഉണ്ടാകുന്നത്. ഡയലേറ്റഡ് പ്യൂപ്പിൾ ഉണ്ടാകുന്നു. അപ്പം ഇൻക്രീസ്ഡ് ICP വരുമ്പോൾ ഡയലേറ്റഡ് പ്യൂപ്പിൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഡിക്രീസ്ഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് നാരോവിംഗ് പൾസ് പ്രഷറിന് പകരം വൈഡനിങ് പൾസ് പ്രഷറാണ് ഉണ്ടാകുന്നത്. സോ ദർ ഈസ് കറക്റ്റ് ആൻസർ ഈസ് ബ്രാഡിപ്നിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ നേഴ്സ് ഈസ് മോണിറ്ററിംഗ് ആൻ അഡൽട്ട് മെയിൽ പേഷ്യന്റ് 8 hours after a road traffic accident. Which of the following findings by a nurse suggest that increasing ICP? Blood pressure decreased from 160/90 to 110/80. Pulse increased from 78 to 90. The patient is oriented when aroused from sleep and fall asleep immediately. The client refuses breakfast because of anorexia. Correct answer is the patient is oriented when aroused from sleep and fall asleep immediately. So that should be taken care of. പേഷ്യന്റ് പെട്ടെന്ന് ബോധം വന്നിട്ട് വീണ്ടും പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫോൾ അസ്ലീപ് ഇമ്മീഡിയറ്റ്ലി, ദാറ്റ് മേ ബി എ ചാൻസ് ഓഫ് ഇൻക്രീസ്ഡ് ICP. അപ്പം മറ്റുള്ള ഓപ്ഷനൊക്കെ ഇപ്പം ബ്ലഡ് പ്രഷർ കുറയുകയാണ്, 160-90 കുറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് സൈൻ. അതുപോലെ കുറഞ്ഞിട്ട് 110/80 വരെ എത്തുന്നുള്ളൂ. ദെൻ പൾസ് ഇൻക്രീസ്ഡ് ഫ്രം 78 to 90, അത് വലിയൊരു കുഴപ്പമില്ല. The client refuses breakfast because of anorexia. Correct answer is the patient oriented when aroused from sleep and fall asleep immediately. That is the correct answer. Next question. A 23-year-old client is admitted with tonic-clonic seizures. The nurse knows that the most common cause of tonic-clonic seizures for this age group is stroke, electrolyte imbalance, head trauma, congenital brain disorder. 23-year-old മെയിൽ പേഷ്യന്റ്, അപ്പോൾ യങ് ഏജ് ആണ്. ആ ഏജ് ഗ്രൂപ്പിൽ സീഷേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ്, ഏറ്റവും കൂടുതൽ ചാൻസ് ഹെഡ് ട്രോമയാണ്. അപ്പോൾ ഹെഡ് ട്രോമയാണ് ഒരു യങ് അഡൽറ്റിൽ ഉണ്ടാകാനുള്ള സീഷേഴ്സ് ഉണ്ടാകാനുള്ള ഏറ്റവും കൂടുതലുള്ള ചാൻസ്. അതുപോലെ മിഡിൽ ഏജ് അഡൽറ്റിലാണെങ്കിൽ ദർ മേ ബി ഐദർ ഇൻഫെക്ഷൻ ഓർ ബ്രെയിൻ ട്യൂമറോ അല്ലെങ്കിൽ ഹെഡ് ട്രോമയൊക്കെ ഉണ്ടാകുമ്പോഴാണ്. ഹെഡ് ട്രോമ ഉണ്ടാകാനുള്ള ചാൻസ് കുറച്ച് കുറവാണ് യങ് അഡൽറ്റിനെ നോക്കുമ്പോൾ. അപ്പം കൂടുതൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ബ്രെയിൻ ട്യൂമർ ഒക്കെ മൂലമാണ് മിഡിൽ ഏജ് അഡൽറ്റിൽ സീഷേഴ്സ് ഉണ്ടാകുന്നത്. ഓൾഡ് ഏജ് അഡൽറ്റിലാണെങ്കിൽ CVA സെർവോ ആക്സിലർ ആക്സിഡന്റ് മൂലമാണ് സീഷേഴ്സ് ഉണ്ടാകുന്നത്. മിഡിൽ ഏജിലും CVA ഒരു കാരണമാകുന്നുണ്ട്, എങ്കിലും കൂടുതലും ഓൾഡ് ഏജ് അഡൽറ്റിൽ സീഷേഴ്സ് ഉണ്ടാകാനുള്ള കാരണം CVA ആണ്, സെർവോ വാസ്കുലർ ആക്സിഡന്റ് ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. Next question. The most common complication of tuberculous meningitis is option encephalitis, subdural emphysema,
hydrocephalus, brain abscess. Correct answer is hydrocephalus. The most common complication of tuberculous meningitis is hydrocephalus. അതുപോലെ മറ്റൊരു കോംപ്ലിക്കേഷൻ ആണ് ഹൈപ്പോനട്രീമിയ, അതുപോലെ എപ്പിലെപ്റ്റിക് സീഷേഴ്സ്, സ്ട്രോക്ക്. ഇതൊക്കെ ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസിന്റെ കോംപ്ലിക്കേഷൻ ആണ്. അതിൽ മോസ്റ്റ് കോമൺ ഹൈഡ്രോകെഫാലസ് ആണെങ്കിലും ഹൈപ്പോനട്രീമിയയും ഏകദേശം ഒരേപോലെയുള്ള കോംപ്ലിക്കേഷൻ ആണ്. ദെൻ എപ്പിലെപ്റ്റിക് സീഷേഴ്സ്, സ്ട്രോക്ക് എല്ലാം കോംപ്ലിക്കേഷൻ ആണ്. അപ്പം ട്യൂബർക്കുലോസ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അപ്പൊ ഈ ഒരു ബാക്ടീരിയ എസ്പെഷ്യലി ഫ്രം അവർ ലങ്സ് ഇറ്റ് വിൽ എൻ്റർ ഇൻ ദ ബ്രെയിൻ ഏരിയയിലേക്ക് നമ്മുടെ മറ്റ് ബോഡി ഭാഗത്തു നിന്നും എൻ്റർ ചെയ്യുന്നതാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, എസ്പെഷ്യലി ലങ്സിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ കെയറിംഗ് ഫോർ എ പേഷ്യന്റ് അഡ്മിറ്റഡ് വിത്ത് ഗിലൻ-ബാരി സിൻഡ്രം, which nursing diagnosis should take priority? Sleep disturbance, anxiety, impaired gas exchange, impaired mobility. Correct answer is impaired gas exchange. ഗിലൻ-ബാരി സിൻഡ്രം ഉണ്ടാകുമ്പോൾ പേഷ്യന്റ് നമ്മൾ ഇമ്പയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് ആ ഒരു ഡയഗ്നോസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബിക്കോസ് 1/3 ഓഫ് അഡ്മിറ്റഡ് GBS പേഷ്യന്റ് റിക്വയർഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ. 3/1 പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ തന്നെ നമുക്ക് ഇൻറ്റുബേഷൻ, മെക്കാനിക്കൽ വെന്റിലേഷൻ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. ബിക്കോസ് ദർ ഇസ് എ ചാൻസ് ഓഫ് റെസ്പിറേറ്ററി പാരാലിസിസ്. അപ്പോൾ ഗിലൻ-ബാരി സിൻഡ്രം നമുക്കറിയാം, ഇറ്റ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അഫക്റ്റിംഗ് പെരിഫറൽ നെർവ്സ്. അപ്പോൾ നമ്മുടെ ഇറ്റ് വിൽ അഫക്ട് ദ സ്ക്വാൻ സെൽസ് ഓഫ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ള സ്ക്വാൻ സെൽസിനെ അഫക്ട് ചെയ്യുകയും നമ്മുടെ പെരിഫറൽ നെർവ്സിനെ വീക്ക് ആക്കുകയും ചെയ്യുന്ന അസുഖമാണ് ഗിലൻ-ബാരി സിൻഡ്രം. സോ ദ മെയിൻ പ്രോബ്ലം ഈസ് അസെൻഡിങ് പാരാലിസിസ്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആൻ ഇയർലി സിംറ്റം ഓഫ് മയസ്തേനിയ ഗ്രാവിസ്? ഡിസ്ഫേജിയ, ഫാറ്റിക് ഇംപ്രൂവിംഗ് ഇൻ ദ ഈവനിങ്, ടോസിസ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ്. ഇയർലി സിംറ്റം ഓഫ് മയസ്തേനിയ ഗ്രാവിസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ടോസിസ് ആണ്. അപ്പൊ ടോസിസ് എന്ന് പറയുമ്പം ഡ്രൂളിംഗ് ഓർ വീക്കനിങ് ഓഫ് ദ അപ്പർ ഐലിഡ്, ലേസി ഐ എന്നും പറയാറുണ്ട്. അപ്പം ടോസിസ് ആണ് ഇയർലി സിംറ്റം ഓഫ് മയസ്തേനിയ ഗ്രാവിസ്. മയസ്തേനിയ ഗ്രാവിസ് എന്ന് പറയുമ്പോൾ ന്യൂറോ മസ്കുലർ വീക്കനിങ് ഡിസോർഡർ ആണ്. എസ്പെഷ്യലി ദിസ് ഡിസോർഡർ വിൽ അഫക്ട് അവർ ഫേസ്, ഐസ് മസിൽസ് ആണ്. അതുപോലെ സ്വോളോവിംഗ് ഏരിയയിലൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. So ptosis is the early symptom of myasthenia gravis. Next question, which of the following lobe of the brain is affected earliest in most of the case of Alzheimer's disease? Temporal lobe, frontal lobe, parietal lobe, occipital lobe. അപ്പം ഏത് ലോബിലാണ് അൽഷിമേഴ്സ് ഡിസീസിന്റെ പ്രശ്നം ആദ്യം അഫക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പോറൽ ലോബിലാണ് മോസ്റ്റ് ഓഫ് ദ കേസിൽ അഫക്ട് ചെയ്യുന്നത്. അൽഷിമേഴ്സ് ഡിസീസ് അഫക്ട് ചെയ്യുന്നത് ടെമ്പോറൽ ലോബിലാണ്. അപ്പൊ അൽഷിമേഴ്സ് ഡിസീസ് ഇസ് എ മോസ്റ്റ് കോമൺ ഡെമെൻഷ്യ ഇൻ ഓൾഡ് ഏജ് ഗ്രൂപ്പ്. ഇറ്റ് വിൽ അഫക്ട് ദ പർട്ടിക്കുലർ ബ്രെയിൻ ഏരിയ പ്രോട്ടീൻ, എസ്പെഷ്യലി അമൈലോയിഡ് പ്രോട്ടീനിലാണ് അഫക്ട് ചെയ്യുന്നത്. Then there will be a deposition of plaque substance in the particular area of brain. Next question, CSF finding in Guillain-Barré syndrome: normal cells with increased protein, normal cells and normal protein, increased cells with low sugar, increased protein with increased cells. Correct answer is normal cell with increased protein. അപ്പം GBSൽ ഇൻക്രീസ്ഡ് പ്രോട്ടീൻ്റെ അളവ് CSF ഫൈൻഡിങ്, CSF എക്സാമിനേഷൻ നടത്തുമ്പോൾ പ്രോട്ടീൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. നോർമൽ WBC ഒക്കെ ആയിരിക്കും, നോർമൽ RBC അല്ല, നോർമൽ WBC ആയിരിക്കും. പക്ഷേ ദർ വിൽ ബി ഇൻക്രീസ്ഡ് പ്രോട്ടീൻ. ഇപ്പൊ GBS ഗിലൻ-ബാരി സിൻഡ്രത്തിൽ ഇസ് ആൻ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ. ഓട്ടോഇമ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മളുടെ ഓർഗനെയും ടിഷ്യൂവിനെ ഒക്കെ തന്നെ ആക്രമിക്കുന്നതാണ് ഓട്ടോഇമ്യൂൺ ഡിസോർഡർ. സോ ഇറ്റ് വിൽ ദ മെയിൻ ഫൈൻഡിങ് ഈസ് നോർമൽ സെൽസ് വിത്ത് ഇൻക്രീസ്ഡ് പ്രോട്ടീൻ. അപ്പൊ നമ്മൾ പഠിച്ചത് കുറച്ച് രോഗങ്ങളെ പറ്റിയാണ്, ന്യൂറോ ഡിസീസിനെ പറ്റിയാണ്. അപ്പം എസ്പെഷ്യലി സീഷേഴ്സ്,
എപ്പിലെപ്റ്റിക് ടൈപ്സ് ഓഫ് സീഷേഴ്സ്, അതുപോലെ GBS ഗിലൻ ബാരി സിൻഡ്രം, അതുപോലെ തന്നെ കുറച്ച് ഏരിയയിൽ നിന്നുള്ള മയസ്തേനിയ ഗ്രാവിസ്, അൽഷിമേഴ്സ് ഡിസീസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഡിസീസിനെ വെച്ചിട്ടുള്ള വീഡിയോകൾ ഓരോ സിസ്റ്റത്തിലും നമുക്ക് എടുത്ത് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.